നാനൂറ് എന്നുള്ളത് അത് ഈ അണികളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ആ കാര്യം, ആ ചാർസോ പാറിൽ നിന്ന് മാറുവാനുള്ള ബുദ്ധിമുട്ട് കാരണം മൂന്നാം ഘട്ടമായപ്പോഴേക്കും അതേ പല്ലവി തന്നെ ഉണ്ടാകുന്നു. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതിയല്ലോ. അത് ഏത് തെരഞ്ഞെടുപ്പിലും ഏത് രാഷ്ട്രീയ പാർട്ടിയും പറയുന്ന ഈ അമിതമായ ഒരു ആത്മവിശ്വാസം അത് അണികളെ ആവേശം കൊള്ളിക്കുന്നതിന് കൂടിയുള്ളതാണ്. കണക്കുകൾ നോക്കുമ്പോൾ അതിലേക്ക് എത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പറയുന്നത് ഉത്തർപ്രദേശിൽ പോലും 64-ൽ നിന്ന് 80-ലേക്ക് വന്നാൽ പോലും 62+2 അങ്ങനെ 64 ആയിരുന്നുവല്ലോ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ. അതിൽ നിന്ന് 80-ലേക്ക് വന്നാൽ പോലും ഈ പറയുന്ന സംഖ്യയിലേക്ക് എത്തുവാൻ ബുദ്ധിമുട്ടാണ് കണക്കിലെ കളികൾ വെച്ച് നോക്കുമ്പോൾ. തെക്കേ ഇന്ത്യയിൽ ഈ പറയുന്നത് പോലെ ഇപ്പോൾ അമിത്ഷാ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് പോലെയുള്ള ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുമോ എന്ന കാര്യവും സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു കാര്യം പറയുന്നു എന്ന് തന്നെ കരുതാം. പക്ഷേ ഈ രണ്ട് മുദ്രാവാക്യങ്ങളും പ്രധാനമാണല്ലോ ഈ OBC സംവരണ കാര്യത്തിൽ. അത് ഈ ജാതി സെൻസസിനെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള OBC സംവരണ വിഷയം, അതുപോലെ തന്നെ CAA. ഇത് പ്രകാരം 2019 സമാനമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം അതല്ലേ അമിത്ഷാ പ്രകടിപ്പിക്കുന്നത്? മഞ്ജുഷേ, ഞാൻ ഈ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ 2014-ലെയും 2019-ലെയും ആ തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു കിടപ്പുണ്ട്. ആ പ്രചരണ കാലവും നമുക്ക് ഓർമ്മയുണ്ട്. 2014-ൽ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടും എന്ന് ആയിരുന്നു പ്രധാനമായിട്ടുള്ള ഒരു പ്രചാരണം. NDAയും BJPയും ഒറ്റയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷം നേടും എന്നായിരുന്നു. അന്നും ഈ നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സേനാപതി വേണുവിനെ പോലെയും അങ്ങനെയുള്ള രാഷ്ട്രീയ വിശാരദന്മാർ ഇവിടെ വന്നിരുന്ന് പരിഹസിച്ച് ചിരിക്കുകയുണ്ടായി. എവിടെ കിട്ടാനാണെന്ന്, സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒറ്റ സീറ്റ് കിട്ടില്ല, അവിടെ നിന്ന് കിട്ടില്ല, കൂടി വന്നാൽ BJPക്ക് ഒരു 100-150 സീറ്റ് കിട്ടും. ഇതായിരുന്നു. ഇനി കടുത്ത NDA BJP പക്ഷപാതികൾ പോലും അന്ന് പ്രതീക്ഷിച്ചത് NDAക്ക് ആകപ്പാടെ ഒരു 200-220 സീറ്റ് കിട്ടുമായിരിക്കും. പിന്നെ ഏതെങ്കിലുമൊക്കെ പ്രാദേശിക കക്ഷികളുടെ കാലകയ്യെ വീണ കൂട്ടിക്കൊണ്ടുവന്ന് കഷ്ടി ഭൂരിപക്ഷവുമായി അങ്ങോട്ട് ഭരിക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു പൊതുവെ വന്നിരുന്നതും. സർവേ റിപ്പോർട്ടുകൾ വരെ അങ്ങനെയായിരുന്നു ഏകദേശം. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. 30 വർഷത്തിന് ശേഷം ഒരു ഒറ്റ കക്ഷി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി. അതായത് BJP എന്താണോ പറഞ്ഞത്, നരേന്ദ്രമോദി എന്തായിരുന്നോ പറഞ്ഞത്, അത് തന്നെ നടന്നു കൃത്യമായി 2014. 2019 വന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ? അത് 2014 വെറും ഒരു ഫ്ലൂക്കായിരുന്നു. നമുക്ക് 2004 ഓർമ്മയില്ലേ? ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞ മുദ്രാവാക്യവുമായി വന്ന് എല്ലാ സർവേ റിപ്പോർട്ടുകളും BJP ഭരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായി സംഭവിച്ചാൽ അത് തന്നെ 2019-ലും സംഭവിക്കും എന്നായിരുന്നു അന്നത്തെ ഒരു നറേറ്റീവ്. അന്ന് BJP എന്താണ് പറഞ്ഞത്? ഞങ്ങൾ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ തിരിച്ചെത്തും, അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതറിഞ്ഞ് അത് പറഞ്ഞപ്പോഴും മാധ്യമങ്ങളിൽ ഈ രാഷ്ട്രീയക്കാർ നിരീക്ഷകർ ഇരുന്ന് പരിഹസിച്ച് ചിരിച്ചു. എവിടെ നിന്ന് കിട്ടാനാണ്? ഗുജറാത്തിൽ ഇത്ര കിട്ടുമോ, അല്ലെങ്കിൽ മധ്യപ്രദേശിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എത്ര കിട്ടുമോ, രാജസ്ഥാനിൽ എത്ര കിട്ടുമോ, അങ്ങനെ കിട്ടുമോ, ഇങ്ങനെ കിട്ടുമോ, എല്ലാം കൂടെ നോക്കി കഷ്ടിച്ച് BJPക്ക് ഒരു 200-ന് താഴെ സീറ്റാണ് കൊടുത്തത്. അതുമല്ല 5 വർഷത്തെ GSTയുടെ ഇൻട്രൊഡക്ഷൻ, നോട്ട് നിരോധനം, അങ്ങനെ ജനങ്ങൾ മടുത്തിരിക്കുന്ന BJP എവിടെ നിന്ന് ജയിക്കാനാണ്? ഇതായിരുന്നു 2019-ലെ അവസ്ഥ. പക്ഷേ എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? BJP എന്താണോ പറഞ്ഞത്, നരേന്ദ്രമോദി എന്താണോ പറഞ്ഞത്, കൃത്യമായി അത് തന്നെയാണ് സംഭവിച്ചത്. കൃത്യമായിട്ട് ഈ 400 എന്ന് പറയുന്ന സീറ്റ് ബഹുമാനപ്പെട്ട മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഈ ജനുവരിയിലൊന്നും സെറ്റ് ചെയ്തതല്ല. ഈ 2024-ലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രിപ്പറേഷൻ BJP 2019-ൽ തന്നെ ആരംഭിച്ചു എന്നേ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഈ ലക്ഷ്യത്തിലേക്കുള്ളത്. അത് വളരെ വൃത്തിയായിട്ട് മെറ്റിക്കുലസ്ലി അത് ചെയ്തിട്ടുമുണ്ട്. കൃത്യമായ കണക്കുകളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 100ഓളം സീറ്റുകളിൽ BJP പരാജയപ്പെട്ടിട്ടുള്ളത് 5000-നും 10,000-നും വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ്. ആ സീറ്റുകൾ ജയിച്ചാൽ മാത്രം മതി NDA ആ സീറ്റുകൾ, ആ ചെറിയ മാർജിനിൽ തോറ്റ സീറ്റുകൾ മാത്രം പിടിച്ചാൽ മതി, ഈ നമ്പർ എത്തും. ചെറിയ മാർജിനിൽ തോറ്റത്. പക്ഷേ 2019-ൽ BJP വിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോയിരുന്നു. 2019-ൽ BJP വിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോയിരുന്നു. ഇത്തവണ ആ ചിതറിക്കൽ ഉണ്ടാവുകയില്ല. കഴിഞ്ഞ തവണ സഖ്യമില്ലായിരുന്നുവല്ലോ. ആര് പറഞ്ഞു 2019-ൽ? ഇല്ല മഞ്ജുഷേ. ഇവരുടെ ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് എന്താ? പഴയ വീഞ്ഞ്, പഴയ കുപ്പി, അടപ്പ് മാത്രം UPA എന്നുള്ളത് മാറ്റിയിട്ട് ഈ ഇന്ത്യ മുന്നണി ആക്കിയിട്ടുണ്ട്. അതേ ഉള്ളൂ.
അല്ലാതെ എന്താ അന്നും മമതാ ബാനർജി വേറെ ആയിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു. ഈ ഉത്തർപ്രദേശിലെ അമേത്തിയിലും റായ്ബറേലിയിലും ഇവിടെ എല്ലാം അടക്കം ഈ സമാജ്വാദി പാർട്ടി കോൺഗ്രസിൻ്റെ പിന്തുണയായിരുന്നു. അന്നും ഇവിടുത്തെ ബിജു ജനതാദൾ ഇവരുടെ ഒപ്പമായിരുന്നില്ല. അന്നും DMK ഇവരുടെ ഒപ്പമായിരുന്നു. അന്ന് ഇവിടുത്തെ കർണാടകയിലെ ജനതാദൾ ഇവരുടെ ഒപ്പമായിരുന്നു. അന്നും ലാലു പ്രസാദ് യാദവ് ഇവരുടെ ഒപ്പമായിരുന്നു. എന്താ ഈ വ്യത്യാസം? ആ UPയുടെ പേര് മാറ്റി ഇന്ത്യ മുന്നണി എന്നുള്ളതാക്കിയതല്ലാതെ വേറെ എന്താണ്? അതാ ഞാൻ പറഞ്ഞത്, പഴയ വീഞ്ഞ്, പഴയ കുപ്പി, അടപ്പ് മാത്രം പുതിയത്. ഇതാണ് സംഭവം. അമിത്ഷായുടെ ഒക്കെ വാക്കുകളിൽ ഒന്ന് പൂർത്തിയാക്കട്ടെ. എന്താണ്? ഇതാണ് എനിക്ക് പറഞ്ഞോളൂ, കുഴപ്പമില്ല, പറഞ്ഞോ. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 16 സംസ്ഥാനങ്ങളിൽ NDAയുടെ വോട്ട് ഷെയർ, പ്രത്യേകിച്ച് BJPയുടെ വോട്ട് ഷെയർ 50%-ലധികമാണ്. 50%-ലധികമാണ്. ഈ തവണ അത് കൂടുകയേ ഉള്ളൂ. 50%-ലധികം വോട്ട് ലഭിക്കുന്ന ഒരു കക്ഷിയെ എത്ര കിടന്ന് തലകുത്തി മറിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? ശരി ശ്രീ ഷാഹു പ്രസാദ്.